ഹലോ നമസ്കാരം, ഞാൻ മെറൻ. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പുതിയ ഡിസൈൻസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ പുതിയ ഡിസൈൻസ് വരുമ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പലരും മടിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പം നോർമലി ചെയ്യുന്നത്, ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ഡിസൈൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തേക്കുന്നത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താവുക, നമ്മൾ ട്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാർബൺ പേപ്പറിൻ്റെ ട്രേസസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കും, അത് പിന്നെ പോകത്തതുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. ഒരു സ്റ്റെയിൻസോ ഒന്നുമില്ല, ഒരു പ്രിൻ്റ് ഔട്ടോ കാർബൺ പേപ്പറോ ഒന്നും തന്നെ ഞാനിതിന് യൂസും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന ഡ്രോയിങ് നമ്മുടെ ലാപ്പിലൊന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഓൺ ചെയ്ത് വെക്കുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ആക്കിയിട്ട് വെക്കാൻ നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ഹൂപ്പ് എടുക്കുക. എന്നിട്ട് ഇപ്പം എനിക്ക് എവിടെയാണോ ഡിസൈൻ വേണ്ടുന്നത് ആ ഭാഗത്തേക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എവിടെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മളുടെ റിങ് ഇപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോട്ടോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കുക, എത്ര ഏരിയ നമുക്ക് അതിന് കൊടുത്താൽ ശരിയാവുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പെൺകുട്ടീനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ബർത്ത്ഡേ വിഷും വരും, അതുപോലെ തന്നെ ഇവിടെ കലണ്ടറിനും ഒരു സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ ആ സ്പേസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നോക്കുക. അപ്പം ഇവിടെയാണ് ഈ ഒരു കുട്ടിയുടെ ഫേസ് കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും ഭാഗമായിട്ടാണ് വേണ്ടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേബിളാക്കി നിർത്തിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈൻ ലൈനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 0.2 ഫൈൻ ലൈനേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അധികം കുത്താത്ത, സ്ക്രീനിൽ അധികം പോയിൻ്റ് ചെയ്യാതെ പതുക്കെ വരച്ചെടുക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് വരയ്ക്കുമ്പോൾ നമ്മളുടെ കുറേ ഡീറ്റെയിൽസ് നമ്മളങ്ങ് മിസ്സായിപ്പോവും. അതുകൊണ്ട് പതുക്കെ വരയ്ക്കാൻ നോക്കുക. പിന്നെ ഇത് നമുക്ക് ലാപ്പിലും അതുപോലെ തന്നെ ടാബിലും ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ജസ്റ്റ് അതങ്ങ് സ്കെച്ച് ചെയ്തെടുക്കാം. അധികം നമ്മൾ പ്രസ് ചെയ്ത് വരയ്ക്കരുത്, നമ്മളുടെ മോണിറ്ററിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് വരച്ചു. ഇനി നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ള എല്ലാ മൈന്യൂട്ട് ഡിസൈൻസും നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കലണ്ടറിൽ ജൂൺ എന്ന് വേണം എഴുതാൻ. അപ്പം ജൂണും
നമുക്ക് ഈ ഒരു ഫോണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ജൂണിന് കറക്റ്റ് അത്രയും എത്രയാണോ സൈസ് വേണ്ടത് അത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കതും ട്രേസ് ചെയ്തെടുക്കാം. ജൂണും നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കലണ്ടർ ചെയ്യണം. ഇനി കലണ്ടർ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. നമ്മളുടെ ബർത്ത്ഡേ ഡേറ്റ് വരുന്നത്. അവിടെ ഒരു ഹാർട്ടായിരിക്കും വരുന്നത്. നമ്മളുടെ കലണ്ടറും ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ നമുക്ക് എഴുതിയെടുക്കാം. ഇനി ഹാപ്പി ബർത്ത്ഡേയും കൂടെ നമുക്ക് ഈ ഒരു കോട്ടും കൂടെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാം. പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ കാർബൺ പേപ്പറോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ട്രേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.